जय राधा माधवा जय कुंज विहारी जय गोपीजन वल्लभ जय गिरिवरधारी जय गोपीजन वल्लभ जय गिरिवरधारी जय यशोदानंदना वृदन रंजना यमुना तीरावनचारी यमुना तीरावनचारी जय राधा माधव जय कुंज विहारी जय गोपीजन वल्लभ जय गिरिवरधारी जय यशोदानंदना व्रजन रंजन यमुना तीरावनचारी। जय राधा माधव की जय। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे हरे। जय जगन्नाथ जय जय जगन्नाथ जय जय राधा माधव जय राधा माधव जय राधा माधव जय कृष्ण बलराम जय कृष्ण बलराम जय जय गौरनिदाय जय जय प्रभुपाद जय जय प्रभुपाद जय जय प्रभुपाद। नमो ओम विष्णुपदाय कृष्ण पृष्ठाय बदल श्रीमदे महाविष्णु गोस्वामी नमः। नमो ओम विष्णुपदाय कृष्ण पृष्ठाय बदल श्रीमदे भक्ति वेदांत स्वामी नमः। नमस्ते सारस्वते देवे गौरवाणी प्रचारणे निर्विशेष शून्यवादी पाश्चात्य देशधारिणी। नमस्ते सारस्वते देवे गौरवाणी प्रचारणे निर्विशेष शून्यवादी पाश्चात्य देशधारिणी। नमो ओम विष्णुपदाय कृष्ण पृष्ठाय बदले श्रीमदे भक्ति वेदांत स्वामी नमः। नमस्ते सारस्वते देवे गौरवाणी प्रचारणे निर्विशेष शून्यवादी पाश्चात्य देशधारिणी। ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ശ്രീമദ് ഭാഗവതം 1-ാം സ്കന്ധം 4-ാം അധ്യായം ശ്രീ നാരദൻ ആഗമനം, നാരദ മഹർഷിയുടെ ആഗമനത്തെ പറ്റിയാണ്. ഈ അധ്യായത്തിലെ ആദ്യത്തെ ശ്ലോകമാണ്. ഞാൻ വായിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീ. ശ്ലോകം. വ്യാസ ഉവാച ഇതി ബ്രുവാണം സംസ്തൂയ മുനിനാം ദീർഘസത്രിണാം വൃദ്ധകുലപതി സുതം ബൃഹവൃഷ്യാ ശവനവോ ബ്രവീത്. വ്യാസ ഉവാച ഇതി ബ്രുവാണം സംസ്തൂയ മുനീനാം ദീർഘസത്രിണാം വൃദ്ധകുലപതി സുതം ബൃഹർവൃഷ്യാ ശവനവോ ബ്രവീത്. इति ब्रुवाणं संस्तूय मुनीनां दीर्घसत्रिणां वृद्धकुलपती सूतं बृहवृषा शवनवो अब्रवीत्. വ്യാസദേവൻ ഉവാച അരുളി ചെയ്തു. ഇതി അപ്രകാരം ബ്രുവാണം സംസാരിക്കുന്നു, സംസ്തൂയ പ്രകീർത്തിക്കുന്നു, മുനീനാം ശ്രേഷ്ഠ ഋഷിമാരുടെ ദീർഘമായ സ്ത്രീനാം യജ്ഞനിർവഹണത്തിൽ നിരതരായ സത്രീണാം യജ്ഞനിർവഹണത്തിൽ നിരതരായ വൃദ്ധനായ അഗ്രജനായ കുലപതി സഭാനേതാവായ സൂതഗോസ്വാമിക്ക് ബഹുഋഷ പണ്ഡിതനായ ശൗനക എന്ന നാമത്തിൽ അബ്രവീത് അഭിസംബോധന ചെയ്തു. ശില പ്രഭുപാദർജി കി ജയ്.
വിവർത്തനം ഭാവാർത്ഥം. ആ സുദീർഘമായ യജ്ഞാചാരങ്ങളിൽ നിരതരായ സർവഋഷിമാരുടെയും നേതൃത്വം വഹിക്കുന്ന അഗ്രജനും പണ്ഡിത ശിരോമണിയുമായ ശൗനകമുനി ശൂതഗോസ്വാമി അവിധം പ്രസ്താവിച്ചത് ശ്രവിക്കയാൽ അദ്ദേഹത്തെ അനുമോദിച്ചുകൊണ്ട് ഇപ്രകാരം അഭിസംബോധന ചെയ്തു. അഭിസംബോധന ചെയ്തത് എന്താണെന്നുള്ളത് അടുത്ത ശ്ലോകത്തിൽ ഭാവാർത്ഥം. പണ്ഡിത ശ്രേഷ്ഠരുടെ സദസ്സിൽ പ്രസംഗികനെ പ്രശംസിക്കുന്നതിനും അഥവാ അഭിസംബോധന ചെയ്യുന്നതിനും അനുമോദകന് നിശ്ചയമായും താഴെ പ്രസ്താവിക്കുന്ന യോഗ്യതകൾ ഉണ്ടാകണം. അദ്ദേഹം നിശ്ചയമായും ഗൃഹനാഥനും അഗ്രജനും ആയിരിക്കണം. മാത്രവുമല്ല വിശാല ജ്ഞാനം ആർജിച്ച വ്യക്തിയും ആയിരിക്കണം. ശ്രീ ശൗനക ഋഷി ഈ സർവവിധ ഗുണങ്ങളും ഉള്ളവനാകയാൽ ശ്രീ ശുകദേവ ഗോസ്വാമിയിൽ നിന്നും ശ്രവിച്ച അതേ പ്രകാരവും ശ്രീമദ് ഭാഗവത്തെ സ്വയം സാക്ഷാത്കരിച്ച വിധത്തിലും അവതരിപ്പിക്കാനുള്ള ആഗ്രഹം ശ്രീ ശുത ഗോസ്വാമി പ്രകടിപ്പിച്ചപ്പോൾ ശ്രീ ശൗനക ഋഷി അദ്ദേഹത്തെ ശ്ലാഘിക്കാനായി പ്രാതിനിധ്യം വഹിച്ചു. അഭിമാന ഗർവത്താൽ പാണ്ഡിത്യ പ്രദർശനം ഉദ്യമത്തിലൂടെ പൂർവ്വ ആചാര്യന്മാരെ അധകരിക്കാൻ യത്നിക്കുക എന്ന് സ്വസാക്ഷാത്കാരം അർത്ഥമാക്കുന്നില്ല. അദ്ദേഹത്തിന് പൂർവ്വ ആചാര്യന്മാരിൽ നിശ്ചയമായും പൂർണ്ണ വിശ്വാസം ഉണ്ടായിരിക്കണം. അതേസമയം പ്രത്യേക സാഹചര്യത്തിൽ ഉചിതമായ രീതിയിൽ വിഷയത്തെ അവതരിപ്പിക്കാൻ കഴിയുമാറ് അത്യധികം മനോഹരമായി ഹൃദയംഗമായി ശ്രദ്ധാവിഷയത്തെ നിശ്ചയമായും സാക്ഷാത്കരിക്കുകയും വേണം. ഗ്രന്ഥത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം നിശ്ചയമായും സംരക്ഷിക്കപ്പെടണം. എങ്കിലും ശ്രോതാക്കൾക്ക് മനസ്സിലാകും വിധം താല്പര്യം ജനിപ്പിക്കുന്ന രീതിയിൽ ശ്രദ്ധാവിഷയത്തെ അവതരിപ്പിക്കണം. എന്നാൽ നിഷ്പ്രഭമായ അർത്ഥം അതിൽ ഒരിക്കലും തിരികെ കയറ്റരുത്. എങ്കിൽ സാക്ഷാത്കാരം എന്ന് ഇതിനെ വിശേഷിപ്പിക്കാം. സഭാ നേതാവായ ശൗനക ഋഷിക്ക് പ്രാസംഗികനായ ശ്രീ സൂതഗോസ്വാമിയുടെ യഥാതീതം യഥാമതി എന്നീ പദ ഉച്ചാരണത്തിൽ നിന്ന് മാത്രം അദ്ദേഹത്തിന്റെ മൂല്യനിർണയത്തിന് സാധ്യമാകുന്നു. ആകയാൽ ശൗനക ഋഷി ഹർഷോന്മതത്താൽ ശ്ലാഘിച്ചതിൽ അദ്ദേഹം അത്യധികം പ്രസന്നനായി. യഥാർത്ഥ ആചാര്യനെ പ്രതിനിധീകരിക്കാത്ത ഒരു വ്യക്തിയിൽ നിന്ന് ശ്രവിക്കാൻ ഒരു പണ്ഡിത വ്യക്തിയും താല്പര്യപ്പെടുകയില്ല. ആകയാൽ രണ്ടാമതായി ഭാഗവത വർണ്ണനം നടത്തുന്ന ഈ സഭയിൽ പ്രാസംഗികനും ശ്രോതാക്കളും ഇരുവരും യോഗ്യരാകുന്നു. ഭാഗവത വർണ്ണനത്തിന്റെ യഥാർത്ഥ നില അതാകയാൽ യാതൊരു പ്രയാസവും കൂടാതെ യഥാർത്ഥ ലക്ഷ്യം അനുഷ്ഠിക്കപ്പെടുന്നു. ഈ അവസ്ഥ സൃഷ്ടിക്കാത്ത പക്ഷം പ്രാസംഗികനും ശ്രോതാക്കൾക്കും വ്യതിരിക്ത ഉദ്യമങ്ങളുള്ള ഭഗവത വർണ്ണനം ഉപയോഗശൂന്യമായ കഠിനാധ്വാനം ആകുന്നു. ഹരേ കൃഷ്ണ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീ ചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാമഹ്യം ദദാതി സുപദാന്തികം. വന്ദേഹം ശ്രീഗുരുവും ശ്രീഗുരുപദകമലം ശ്രീഗുരുവും വൈഷ്ണവാംശ ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാന്വിതം തം സജീവം സദ്വൈതം സഹദൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവ ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണ ലളിതാ ശ്രീ വിശാഖാന്വിതാംശ. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമസ്തുതേ. സപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ ഹരേ. അപ്പൊ നമ്മളിന്ന് ഈ ശ്ലോകത്തെ പറ്റി ഡിസ്കസ് നടത്താം. ഈ ശ്ലോകത്തിൽ പറയുന്നത് സത്രം നൈമിഷാരണ്യത്തിൽ നടത്തുന്ന സത്രത്തിൽ
സൂതഗോസ്വാമി കുറെ ഒക്കെ നമ്മളൊക്കെ വിശദീകരിച്ചു എന്നു അവരോട്, അതായത് അവിടെ കൂടിയിരിക്കുന്ന ശരണത്തിലെ ഭക്തന്മാരോട് അല്ലെങ്കിൽ ഋഷിമാരോട്. അപ്പൊ അത് ആ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞപ്പോൾ അദ്ദേഹം ചെയ്ത പ്രസംഗം, ആ പ്രസംഗത്തിന്റെ ചുരുക്കത്തില് ശുകദേവ സ്വാമിയുടെ കൃപയാൽ അദ്ദേഹം മനസ്സിലാക്കിയ, കൃപയാൽ അദ്ദേഹം പറയപ്പെട്ട, അതായത് സുഖദേവൻ പറയപ്പെട്ട ശ്രീമദ് ഭാഗവതം ഞാൻ അഭ്യസിച്ചു. ആകയാൽ ഇപ്പോൾ അതേ കാര്യം അദ്ദേഹത്തിൽ നിന്ന് ശ്രവിച്ച അതേ പ്രകാരത്തിൽ ഞാൻ സാക്ഷാത്കരിച്ച പോലെയും നിങ്ങൾക്ക് ശ്രീവേദ്യമാക്കാൻ ഞാൻ ശ്രമിക്കാം. അതാണ് സുഖദേവസ്വാമി അവിടെ പറഞ്ഞത്. അപ്പൊ അതിന് കേട്ടിട്ട് ഇവിടെ നമുക്ക് ആ സഭയുടെ നേതാവായ ശൗനകമുനി എഴുന്നേറ്റിട്ട് പറയുകയാണ്, പ്രാസംഗികനെ അനുമോദിക്കുന്നതിന് വേണ്ടി അദ്ദേഹം എഴുന്നേറ്റു. അപ്പൊ ആ പ്രാസംഗികനെ അനുമോദിക്കുന്ന വ്യക്തി ആ സഭാ നേതാവായിരിക്കണം. അതുപോലെ തന്നെ ആ വിഷയത്തെപ്പറ്റി എന്തോ അവതരിപ്പിക്കുന്നതെന്നുള്ള ആ വിഷയത്തെപ്പറ്റി ശരിക്കും ബോധവാനായിരിക്കണം. ഏതെങ്കിലും ഒരു അവസരത്തിൽ അത് അവിടെ വിവരിക്കണമെന്നുണ്ടെങ്കിൽ അതൊക്കെ നല്ല ഇതുപോലെ പറയാൻ യോഗ്യനായ വ്യക്തിയായിരിക്കണം. ഇതൊക്കെയാണ് അതിൻ്റെ പ്രാഥമിക തത്വങ്ങൾ. അതുപോലെ തന്നെ വൈഷ്ണവ ആചാരങ്ങളെ പറ്റി ഒരുമാതിരി അറിഞ്ഞിരിക്കണം. ഇങ്ങനെ പല പല ഗുണങ്ങളുള്ള വ്യക്തി ആയിരിക്കണം ഈ അനുമോദകനായിട്ട് എഴുന്നേൽക്കേണ്ടത്. അങ്ങനെ എഴുന്നേറ്റത് അനുമോദിക്കാൻ എഴുന്നേറ്റതാണ് ശവനക മഹർഷി. അപ്പൊ നമുക്കിനി നോക്കാം. ഇവിടെ ഈ ശ്ലോകം പറഞ്ഞിരിക്കുന്ന വ്യാസദേവന്റെ ഉപാചയാണ്. വാസുദേവൻ ഉപാച എന്നാണ് പറയുന്നത്. വ്യാസദേവനെ പറ്റി എല്ലാവർക്കും അറിയാമല്ലോ. വ്യാസുദേവൻ ആരായിരുന്നെന്നും എങ്ങനെ എവിടെയാണെന്ന് ഇപ്പം നടക്കുന്നത്. ഈ സംഭവം നടക്കുന്ന സ്ഥലം നൈമിഷാരണ്യം എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പൊ അവിടെ നമ്മളതൊക്കെ പഠിച്ചു കഴിഞ്ഞാണ് നൈമിഷാരണ്യത്തിൽ എല്ലാവരും കൂടിയിരിക്കുന്നത്. അവിടത്തെ മുനിമാർ, അത്തരം മുനിമാരുണ്ടായിരുന്നു, എല്ലാം പഠിച്ചു. പക്ഷെ വ്യാസദേവനെ പറ്റിയും നമ്മൾ ചെറിയ ഒരു വിവരം നമുക്ക് എല്ലാവർക്കും അറിയാം. സത്യവതിയുടെ മകൻ, അതായത് പരാശര മഹർഷിയുടെ പുത്രനാണ്. ഹലോ, ഹരേ കൃഷ്ണ. ഭഗവാന്റെ അവതാരമാണ്. ഭാരത സംസ്കാരത്തിന്റെ പ്രമേയമായ വേദ സാഹിത്യങ്ങളൊക്കെ തന്നെ അന്നുണ്ടായിരുന്ന വേദങ്ങളെ ഒന്നുകൂടെ സർവമായ രീതിയിൽ നാല് വേദങ്ങളാക്കി പകുത്ത് ഓരോ വ്യക്തികൾക്കും ചുമതല ഏൽപ്പിച്ചു കൊടുത്ത വ്യക്തിയാണ്. 5000 വർഷങ്ങൾക്ക് മുമ്പാണ് ഇതൊക്കെ നടക്കുന്നത്. ആദ്യം ഇതിന്റെ സാരമായിട്ട് വേദാന്ത സൂത്രം നമ്മുടെ വ്യാസമഹർഷി രചിച്ചിരുന്നു. അതിനുശേഷമാണ് വേദാന്ത സൂത്രത്തിന്റെ വ്യാഖ്യാനമായിട്ട് ശ്രീമദ് ഭാഗവതം എഴുതുന്നു. ആ ഭാഗവതം എഴുതിയതിനു ശേഷം അത് തന്റെ പുത്രനായ സുഖദേവ ഗോസ്വാമിക്ക് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കുന്നു. അങ്ങനെ അദ്ദേഹം പിന്നീട് ഭാഗവത സത്രം പരീക്ഷിത് മഹാരാജ നടക്കുന്ന സ്ഥലത്ത് ആദ്യമായിട്ട് അത് വിവരിക്കുന്നത്. അപ്പൊ അങ്ങനെ അവിടെ വിവരിച്ചുകൊണ്ടിരുന്ന കൂട്ടത്തിൽ കേട്ടു മനസ്സിലാക്കിയ അല്ലെ സാക്ഷാത്കരിച്ച വ്യക്തിയാണ് നമ്മുടെ സൂത മഹർഷി. സൂത മഹർഷി എന്ന് പറയുന്നത് രോമഹർഷ മഹർഷിയുടെ മകനാണ്. രോമഹർഷ എന്ന മഹർഷിയും അതുപോലെ തന്നെ പ്രസിദ്ധനാണ്. പണ്ട് ഇതുപോലെ സഭ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ബലരാമനാൽ വധിക്കപ്പെടുകയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ പുത്രനാണ് ഈ സൂത മഹർഷി. അദ്ദേഹമാണ് ഇവിടെ ഈ സദസ്സിൽ പ്രഭാഷകനായി വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ പിന്നെ നമുക്ക് രോമഹർഷ മഹർഷിയെ പറ്റിയാണ് ഇനി നമുക്ക് ഇതിനകത്ത് ശൗനക മഹർഷിയാണ് ഈ സദസ്സിന്റെ പ്രധാന വ്യക്തി. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് അവിടെ എല്ലാവരും കൂടിയിരിക്കുന്നത്. അത് വെറുതെ കൂടിയതല്ല, നമ്മുടെ ലോകത്തിന്റെ പ്രപഞ്ചത്തിന്റെ മൊത്തം വ്യക്തികൾക്കും ഉള്ള ക്ഷേമം അന്വേഷണത്തിന് വേണ്ടി, അപ്പൊ ക്ഷേമകരമായിട്ടുള്ള എങ്ങനെ അവർക്ക് ഐശ്വര്യമായ ഒരു ജീവിതം നിലനിർത്താമെന്ന് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ആണ് അവിടെ കൂടിയിരിക്കുന്നത്. അത് ആ കൂട്ടത്തിൽ ഉള്ളതിൽ ഏറ്റവും ശ്രേഷ്ഠൻ അല്ലെങ്കിൽ ആ സഭയുടെ നേതാവാണ് ശൗനക മഹർഷി. ആ ശൗനക മഹർഷിയും ഭൃഗു കുലത്തിൽ ശുനകൻ എന്ന് പറയുന്ന ഒരു ശ്രേഷ്ഠനായ വ്യക്തിയുടെ മകനാണ് ശൗനക മഹർഷി.
അപ്പൊ ആ മഹർഷിയാണ് ഇവിടെ അനുവാദകനായിട്ട് എഴുന്നേറ്റിരിക്കുന്നത്. പിന്നെ പറയാനുള്ളത് നൈമിഷാരണ്യം എന്ന് പറയുന്നത് നമ്മുടെ പ്രപഞ്ചത്തിന്റെ സെന്ററായിട്ട് ഗണിക്കുന്നു. അതായത് ഭൂലോകത്തിന്റെ പ്രവർത്തനം, അതായത് ഇങ്ങനെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഭൂലോകമല്ല, ആ പ്രപഞ്ചം മൊത്തം, ഒരു ഭൂലോകം മാത്രമല്ല, അതിൻ്റെയൊക്കെ തന്നെ സെന്റർ ഭാഗമായിട്ടാണ് ഭാഗവതത്തിൽ ബ്രഹ്മാവ് ഇതിനെപ്പറ്റി സങ്കല്പിച്ചിരിക്കുന്നത്. അവിടെ യാഗങ്ങളും യജ്ഞങ്ങളും ഒക്കെ നടത്തി കഴിഞ്ഞാൽ ആശ്രികമായിട്ടുള്ള ആ സ്വഭാവങ്ങളൊക്കെ നശിച്ചു പോകും എന്നാണ് പറയുന്നത്. ഇന്നും ദേവൻ ഗുണവും അസുരഗുണമൊക്കെ നമ്മുടെ ഭൂലോകത്തുണ്ട്. അതിനൊക്കെ പ്രതിവിധിയായിട്ട് യജ്ഞങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് നൈമിഷാരണ്യം എന്ന് പറയുന്നത്. അതിന് ഇന്നത്തെ പേര് പറഞ്ഞ് നിസാർ എന്നാണ് പറയുന്നതിന്. ജനക്ഷേമത്തിനായിട്ടായിരുന്നു മഹർഷിമാരെല്ലാം അവിടെ കൂടിയത്. ഇത്രയൊക്കെയാണ് അതിന് ഔട്ട് ഓഫ് ലൈൻ ഇതിനുള്ളത്. പിന്നെ ഇനി നമുക്ക് നോക്കാം, ഈ ശ്ലോകത്തില് അനുമോദകനായിട്ട് എഴുന്നേൽക്കുന്ന ഉണ്ടാകേണ്ട ഗുണങ്ങളും കുറച്ച് ഞാൻ പറഞ്ഞു. അതേ സംഘത്തിന്റെ ലീഡറായിരുന്നു, അതായത് ആ നൈമിഷാരണ്യത്തിൽ കൂടിയിരുന്ന മഹർഷിമാരുടെ ലീഡറായിരുന്നു നമ്മുടെ ശൗനക മഹർഷി. അദ്ദേഹമാണ് ഇവിടെ ഇന്ന് ഈ സൂത മഹർഷിക്ക് സൂത മഹർഷിയുടെ പ്രസംഗത്തിന് അനുമോദിക്കാൻ വേണ്ടി എഴുന്നേറ്റത്. അദ്ദേഹത്തിന്റെ ഗുണങ്ങൾ കുറച്ചൊക്കെ ഞാനിവിടെ വിവരിച്ചു. അതുപോലെ മുതിർന്ന വ്യക്തിയും ആയിരിക്കണം, അവിടെ കൂടിയിരിക്കുന്നവരിൽ ഏറ്റവും പ്രായം കൂടുതലുള്ള ആൾ തന്നെ ആയിരിക്കണം എന്നും പറയുന്നുണ്ട്. അങ്ങനെ എല്ലാ വിധത്തിലും ശൗനക മഹർഷി യോഗ്യൻ തന്നെ ആയിരുന്നു എന്ന് പ്രഭുപാദർജി നമ്മുടെ ഈ ഭാവാർത്ഥത്തിലും വിവരിക്കുന്നുണ്ട്. അത് തന്നെയാണ് ഞാനും പറയുന്നത്. അപ്പം പിന്നെ ഇതിനകത്ത് അതിൽ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഇവിടെ അദ്ദേഹത്തിന് നമ്മുടെ സൂതഗോസ്വാമിയിൽ നിന്ന് പറയുന്നുണ്ട്, ഞാൻ അവിടെ വെച്ച്, അതായത് ശുകദേവ മഹർഷിയുടെ ആ പ്രസംഗം കേട്ട് അതെങ്ങനെ ഞാൻ ആത്മസാക്ഷാത്കരിച്ചോ, അല്ലെങ്കിൽ അതിനെ എങ്ങനെ ഹൃദയസ്ഥമാക്കിയോ, അല്ലെങ്കിൽ സാക്ഷാത്കരിച്ചോ, അതേമാതിരി അദ്ദേഹം പറഞ്ഞ വിധത്തിൽ അത് തന്നെ ഞാൻ വീണ്ടും ഇവിടെ പറയാം എന്ന് പറയുന്നതിൽ ഇദ്ദേഹം വളരെ സന്തുഷ്ടനായ നമ്മുടെ ശൗനക ഋഷി. അതുകൊണ്ടാണ് അദ്ദേഹം വളണ്ടിയർ തന്നെയല്ല, അദ്ദേഹത്തിന് അതിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഈ സാക്ഷാത്കരിക്കുക എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ ഭൗതികമായ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഒരു പ്രാസംഗികൻ പ്രസംഗിച്ചു കഴിഞ്ഞിട്ട് അടുത്ത ഒരു വ്യക്തി കയറുവാണെങ്കിൽ അദ്ദേഹത്തിനെ ഒന്ന് ഇകഴ്ത്താൻ വേണ്ടിയിട്ടും നോക്കാറുണ്ട്. അല്ലെങ്കിൽ ഈ പ്രസംഗിക്കാൻ പോകുന്ന ആളുകളൊരു ശ്രദ്ധവാനാവാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തെ ഇകഴ്ത്തിക്കൊണ്ടും ചിലപ്പോൾ പറയാറുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെ അല്ല. ഈ സാക്ഷാത്കരിക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞ മാതിരി തന്നെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ളതും അതുപോലെ തന്നെ അവിടെ ഏതൊരു വ്യക്തി മുൻപ് പറഞ്ഞോ അതേ വിധത്തിൽ തന്നെ അവതരിപ്പിക്കണം എന്നാണ് പറയുന്നത്. അല്ല അതിനകത്ത് കൃത്രിമങ്ങളൊന്നും കാണിക്കാൻ പാടില്ല. അല്ലെങ്കിൽ നമ്മുടെ ശ്രോതാക്കളെ കയ്യിലെടുക്കുന്നതിന് വേണ്ടി കൃത്രിമമായിട്ട് പല സംഭവങ്ങളൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് ആ യഥാർത്ഥ സബ്ജക്റ്റിൽ നിന്ന് മാറി മറ്റു ഭാഗങ്ങളിലോട്ട് പോകാൻ പാടില്ല. അങ്ങനെയൊക്കെയുള്ള ചില നിബന്ധനകൾ ഈ അനുമോദകനുണ്ട് എന്നും പറയുന്നുണ്ട്. അതിനാൽ ഈ നേരത്തെ പ്രസംഗിച്ച ആ പ്രാസംഗികന്റെ കഴിവിനെ ഒരു കാലത്തും ചോദ്യം ചെയ്യാൻ പാടില്ല ഈ അനുമോദകൻ എന്ന് പറയുന്ന വ്യക്തി. അതുപോലെ തന്നെ ഈ അനുമോദകൻ അത് ശരിക്കും സാക്ഷാത്കരിക്കാൻ വേണം പറയുന്ന കാര്യങ്ങൾ തന്നെ. എന്തിനാണെന്ന് വെച്ചാൽ, അഥവാ നമുക്ക് അവിടെ പ്രകടിപ്പിക്കണം, അല്ലെ അവിടെ പ്രകടിപ്പിക്കണമെങ്കിൽ, ആ പറഞ്ഞ വിധത്തിലുള്ളത് പ്രകടിപ്പിക്കണമെങ്കിൽ, ആ കഥ ഭാഗവതത്തെ പറ്റിയാണ് സുഗതദേവ സ്വാമി പറഞ്ഞത്. ആ ഭാഗവതം കേട്ടു വന്ന സുതഗോസ്വാമി പറഞ്ഞത്
ശുകദേവ ഗോസ്വാമിയെ ഇകഴ്ത്തിക്കൊണ്ടോ അല്ലെങ്കിൽ ശുകദേവ ഗോസ്വാമി പറഞ്ഞത് ഇത്ര പോരാറിന് കൂടുതൽ വേണമെന്നോ അങ്ങനെയുള്ള അഭിപ്രായങ്ങളൊന്നും പറയാൻ പാടില്ല. അതുപോലെ ആ പ്രാസംഗികനെ പരിപൂർണമായിട്ട് നമ്മൾ വിശ്വസിച്ച വ്യക്തിയായിരിക്കണം ഈ അനുമോദനത്തിന് എഴുന്നേൽക്കുന്നത്. അതായത് ഇപ്പൊ തന്നെ ശൂഡഗോസ്വാമി ഇത് പരിശുദ്ധമായിട്ട്, അതായത് അദ്ദേഹം സാക്ഷാത്കരിച്ച വിധത്തിൽ ശുകദേവ ഗോസ്വാമി പറഞ്ഞ വിധത്തിൽ പറയാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനെ അധികരിച്ചുകൊണ്ട് അത് മോശമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ അനുമോദകൻ യാതൊന്നും തന്നെ പറയാൻ പാടില്ല. അദ്ദേഹം ഈ ശുദ്ധ ഗോസ്വാമിയെ പോലെ തന്നെ എല്ലാം മനസ്സിലാക്കിയിട്ടുള്ള ഒരു വ്യക്തിയും ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. മുമ്പേ പറഞ്ഞ കാര്യം തന്നെയാണ്, ശ്രോതാക്കൾക്ക് കൂടുതൽ താല്പര്യം ജനിപ്പിക്കാൻ വേണ്ടി മറ്റ് കഥകൾ, ഇപ്പം ചിലര് നമ്മുടെ ആത്മീയമായ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഭൗതിക ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരു ഇരിക്കുന്ന കൂട്ടർ, അതായത് നമ്മളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് കൂടുതൽ നമ്മളോട് താല്പര്യം ഉണ്ടാകാൻ വേണ്ടിയിട്ട്, അതായത് ഞാൻ പറയുന്നതിൽ കൂടുതലായിട്ട് അല്ലെങ്കിൽ മനോഹരമായിട്ട് അല്ലെങ്കിൽ ആശയത്തിൽ വിപുലീകരിച്ച് മറ്റൊരാൾ പറയും എന്നുള്ള ഒരു ഭാവം ഈ അനുമോദകന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അതായത് അനുമോദകന്റെ വിചാരം അനുസരിച്ച് സബ്ജക്റ്റ്, അതായത് ഭാഗവതമാണ് പറയുന്നെങ്കിൽ ആ ഭാഗവതത്തെ അദ്ദേഹത്തിന്റെ രീതിയിൽ കൂടെ പറയാൻ പാടില്ല. എങ്ങനെ നമ്മുടെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ടോ, നമ്മുടെ ശാസ്ത്രീയമായ ഗ്രന്ഥങ്ങൾ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ അതേമാതിരി മാത്രം പറയാമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പ്രാസംഗികനായിരുന്ന ആ വ്യക്തിയെ പറ്റി ശരിക്കും വിശ്വാസം ഉണ്ടായിരിക്കണം. വിശ്വാസം ഇല്ല എങ്കിൽ അദ്ദേഹത്തിനെ നമ്മൾ ഇകഴ്ത്തേണ്ടതായിട്ട് ചിലപ്പോൾ വന്നു പോകും. അങ്ങനെ വരാൻ ഒരിക്കലും പാടില്ല. കാരണം അത് വൈഷ്ണവ അപരാധം വരാതിരിക്കാൻ നമ്മൾ എപ്പോഴും എല്ലാ പ്രവൃത്തിയിലും ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകിച്ച് നമ്മുടെ ഈ പ്രഭുപാദർജി പറയുന്നുണ്ട്. അതുപോലെ ഈ ഭാഗവതം കേൾക്കുന്നവർ അല്ലെ പ്രാസംഗികരും എല്ലാവരും ഒരേ വിധത്തിൽ ചിന്തയുള്ളവരായിരിക്കണം. എന്ന് പറഞ്ഞാൽ കേൾക്കുന്നവർക്ക് ഇത് മനസ്സിലാക്കണമെന്നും വിചാരം കാണണം. അതുപോലെ തന്നെ പറയുന്നവർക്ക് ഇത് കേൾക്കുന്നവർ ശരിക്കും മനസ്സിലാക്കണം എന്നുള്ള വിചാരവും. അല്ല, ഈ സബ്ജക്റ്റ്, അതായത് ഭാഗവതത്തെ പറയുകയാണെങ്കിൽ ഭാഗവതം നമുക്ക് പഠിക്കണമെന്നുള്ള ഒരു താല്പര്യം ശ്രോതാക്കൾക്ക് നേരത്തെ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഒരു പുതിയ ആൾക്കാരല്ല ഇവിടെ കൂടിയിരിക്കുന്നത്. കഴിഞ്ഞ അതായത് ശുകദേവ ഗോസ്വാമിയുടെ സഭയിൽ അല്ലെങ്കിൽ പരീക്ഷിത് മഹാരാജാവിന്റെ സദസ്സിൽ ഉണ്ടായിരുന്നവരും ഉണ്ട് ഇതിനകത്ത്. അപ്പൊ അങ്ങനെ താല്പര്യമുള്ളവർ തന്നെ ആയിരിക്കും രണ്ട് വിഭാഗവും, പറഞ്ഞു കൊടുക്കുന്ന ആളും, അതായത് പ്രഭാഷകനും അതുപോലെ തന്നെ ആസ്വാദകരും അല്ലെങ്കിൽ ശ്രോതാക്കളും. ഏതു വിധത്തിലും ഈ ഭാഗവതം നമുക്ക് മനസ്സിലാക്കണം, അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിക്കും മനസ്സിലാക്കണമെന്നുള്ള വിചാരമുള്ളവരാണെങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഒരു ഫലം കിട്ടും. ഇല്ലെങ്കിൽ കഠിനാധ്വാനം ചെയ്യുന്ന പോലെയാണ് ഇത്, എങ്ങനെ പ്രയോജനമില്ലാതെ പോകും. ഇപ്പം നമ്മള് പല വിധത്തില് ഇപ്പൊ തന്നെ നമ്മുടെ ഈ ക്ലാസ് തന്നെ നടക്കുന്ന ക്ലാസ്സിൽ നമ്മുടെ സത്സംഗം നടത്തുന്ന സമയത്ത് നല്ല നല്ല വ്യക്തികൾ വന്നിട്ട്, അതായത് ഉയർന്ന പ്രചാരകന്മാർ വന്നിട്ട് സംസാരിക്കും. അപ്പൊ ആ സമയത്ത് അദ്ദേഹത്തെ ശ്രദ്ധിക്കാതെ നമ്മൾ വീട്ടുകാര്യങ്ങളോ മറ്റു കാര്യങ്ങളോ പറഞ്ഞുകൊണ്ടിരുന്നാൽ നമുക്കിത് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പൊ എവിടെ ഇരുന്നാലും ശരി ശ്രോതാക്കൾ, ഇരിക്കുന്ന ശ്രോതാവും അതുപോലെ തന്നെ പ്രസംഗിക്കുന്ന പ്രാസംഗികനും രണ്ടുപേർക്കും ഒരേ വിധത്തിലുള്ള വിചാരം, അതായത് വിചാരം എന്ന് പറഞ്ഞാൽ ഇത് മനസ്സിലാക്കണം എന്നുള്ള വിചാരം പ്രാസംഗികനും മനസ്സിലാക്കണം എന്നുള്ള വിചാരം ആ ശ്രോതാവിനും ഉണ്ടെങ്കിൽ മാത്രമേ ഈ നമ്മളെ സംസാരിക്കുന്നതിന്റെ അല്ലെ പ്രസംഗിക്കുന്നതിന്റെ ഫലം ലഭിക്കൂ. പ്രത്യേകിച്ചും ഭാഗവതം, ഭഗവത്ഗീത തുടങ്ങിയ ക്ലാസ്സുകളിൽ വളരെ ശ്രദ്ധാപൂർവം ഇരിക്കുകയും ചെയ്യണം. പ്രാസംഗികർ ശ്രദ്ധാപൂർവം പറഞ്ഞു കൊടുക്കുകയും വേണം എന്നും പറയുന്നുണ്ട്. അതായത് ഒരേ ചിന്താധാരയിൽ തന്നെ രണ്ടു കൂട്ടരും, അതായത് പഠിക്കണമെന്നുള്ളതും. ഇപ്പൊ നമ്മള് പല സത്സംഗത്തിലും പോയി പല മാന്യ വ്യക്തികളും അതിവിടെ സംസാരിക്കാറുണ്ട്. പക്ഷെ ആ സമയമൊക്കെ തന്നെ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ കൂടുതലും നമുക്ക് ഒരു ദൂരസ്ഥലത്ത് പോയി പ്രസംഗം കേൾക്കുകയാണെങ്കിൽ, ഇപ്പം തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ ഗുരുവായൂരോ
പോയി ഇവിടെ നമ്മുടെ അടൂരുള്ള ഒരു വ്യക്തി സംസാരം കേൾക്കാൻ പോവുകയാണെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും പെട്ടെന്ന് വീട്ടിൽ പോകണമെന്നും വണ്ടി കിട്ടുമോ ഇല്ല എന്നുള്ള വിചാരം കൊണ്ടാണ് മിക്കവാറും ഇരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ അവിടുത്തെ പ്രഭാഷണം നമുക്ക് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലായാൽ ഏതൊക്കെയോ കേട്ടിട്ട് പോരുമെന്നല്ലാതെ അത് അങ്ങനെയുള്ള ആയിരിക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ അത് വെറും നമ്മുടെ ശ്രമഫലം അതൊന്നും ഇല്ലാതെ പോകും എന്നാണ് പറയുന്നത്. അത് വലുതാവിലാകുന്നെന്ന് പറയുന്നു. പിന്നെ നമുക്ക് പറയുന്നത് ഭൗതികതയിൽ നിന്നും മുക്തി പ്രാപിക്കാൻ ഏറ്റവും നല്ല മാർഗം ഭാഗവത പാരായണം, ഭാഗവതം പഠിക്കുകയും അതുപോലെ തന്നെ അത് പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഭൗതികതയിൽ നിന്ന് മുക്തി പ്രാപിക്കാൻ ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നു. അപ്പോ ഭാഗവതം, ഭഗവത്ഗീത ഇതൊക്കെ തന്നെ നമ്മൾ ശാസ്ത്രീയമായ ഗ്രന്ഥങ്ങളാണ്, ഇതൊക്കെ പഠിക്കണം. അത് ചിലര്, അതായത് നമ്മളെ ഗൃഹസ്ഥാശ്രമികള് പറയുന്നത് അവർക്ക് സമയം കിട്ടില്ല. നമുക്ക് ഈ ഗൃഹസ്ഥാശ്രമ ജീവികൾക്ക് സമയം കിട്ടില്ല, ഭൗതികമായിട്ടുള്ള കാര്യങ്ങളും മറ്റും അവർ നടന്നുകൊണ്ടിരിക്കുന്നു, ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, അതുകൊണ്ട് സമയം കിട്ടില്ല എന്ന് പറയുന്നു. പക്ഷെ ഇന്നത്തെ ഈ കാലത്ത് ഈ ആധുനിക യുഗത്തിൽ നമുക്ക് ഭാഗവതവും ഭഗവത്ഗീതയും ഒക്കെ കേൾക്കുന്നതിനും ശ്രവിക്കുന്നതിനും വളരെ ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ റെക്കോർഡ് ചെയ്ത് പിന്നെ കേൾക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സമയമില്ലാത്തപ്പോൾ നമുക്ക് സമയം കിട്ടുന്ന സമയത്ത് നമുക്ക് അതൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ, അത് നമ്മുടെ ശ്രദ്ധാപൂർവ്വം നമ്മൾ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഭാഗവതം പഠിക്കാനും പറ്റും, ഭാഗവതം പ്രചരിപ്പിക്കാനും പറ്റും, അതുപോലെ നമുക്ക് ശരിയായ ഭക്തമാർഗത്തിൽ വരാനും സാധിക്കും. വീട്ടുകളിൽ തന്നെ ഞാൻ കുറെ വർഷത്തിന് മുമ്പ് ഇതിനെപ്പറ്റി ഒന്നും ശ്രദ്ധിക്കാറില്ലായിരുന്നു. ഇപ്പൊ അടുത്ത കാലത്താണ് ഞാൻ ഇതിനകത്ത് കയറുന്നത്. നമ്മുടെ ഹരേകൃഷ്ണ പ്രസ്ഥാനത്തിൽ പരിചയപ്പെടുന്നതും അതുപോലെ ഹരേകൃഷ്ണ പ്രസ്ഥാനത്തിൽ ഇങ്ങനെയൊക്കെയുള്ള ഭാഗവതം പുസ്തകമൊക്കെ പഠിക്കാൻ തുടങ്ങുന്നതും ഇതുപോലെ വളരെ സൗകര്യപ്രദമായിട്ട് നമുക്ക് ഇങ്ങനെ ഭഗവതത്തെ പറ്റി പറയാനുള്ള ഒരു അവസരം ഉണ്ടാകുന്നതൊക്കെ. അപ്പൊ അതിനുമുമ്പ് ഞാൻ ഇത് തന്നെയായിരുന്നു, സമയമില്ല, വെറുതെ തന്നാലും സമയമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ പറയാൻ പാടില്ല. ഈ സാധാരണ വ്യക്തികൾക്കും, അതായത് ഈ ഗൃഹസ്ഥർ ജീവിതം നടക്കുന്നവർക്കും അല്ലെങ്കിൽ ഓഫീസുകളിൽ പോകുന്നവർക്കും എവിടെ ജോലി ചെയ്യുന്നവർക്കായാലും ശരി, ഈ 24 മണിക്കൂറും അത് ഒരു പ്രവർത്തനം ചെയ്യുന്ന ഒരു സ്ഥലവും എങ്ങുമില്ല. 24 മണിക്കൂർ അതിൽ ഉദ്യോഗസ്ഥർക്കാണെങ്കിൽ 8 മണിക്കൂർ ജോലിയും കഴിഞ്ഞ് സ്വസ്ഥമായിട്ടിരിക്കാം. അതുപോലെ തന്നെ ഗൃഹസ്ഥർക്കാണെങ്കിലും അതുപോലെ തന്നെ. അപ്പൊ അത് കഴിഞ്ഞിട്ട് എത്ര മണിക്കൂർ, 24 മണിക്കൂറിൽ എത്തുമ്പോഴത്തെ 16 മണിക്കൂർ പിന്നെയും കിടക്കുന്നു. അതിൽ 2 മണിക്കൂർ നമുക്ക് ഇതിനെപ്പറ്റി ചെലവാക്കാമെങ്കിൽ നമുക്ക് മാന്യമായ രീതിയിൽ ഭാഗവതവും ഭഗവത്ഗീതയൊക്കെ പഠിക്കാൻ സാധിക്കും. അങ്ങനെ സമയമില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു കളയാൻ പാടില്ല എന്ന് പ്രഭുപാദർജി പറയുന്നുണ്ട്. ഭഗവാന്റെ ലീലകളും ഭഗവാന്റെ പൂർവ്വകാല ചരിത്രങ്ങളും ഒക്കെ കേട്ടുകൊണ്ടിരുന്നാൽ തന്നെ നമുക്ക് ഭക്തി വളരാൻ ഉത്തമമാണ്. അപ്പൊ അതങ്ങനെ ഈ ഭഗവത്ഗീത ഭാഗവതമൊക്കെ പഠിച്ചു ശ്രീകൃഷ്ണന്റെ ഡയറക്റ്റായിട്ട് ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് ഭഗവത്ഗീത. അപ്പൊ അതുപോലെ തന്നെ ആ ഭഗവത്ഗീത പഠിക്കുക എന്നുള്ളതും പഠിക്കേണ്ട അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ഭാഗവതം നമ്മൾ കിട്ടുന്ന സമയത്ത് പഠിക്കുകയാണെങ്കിൽ അതുകൊണ്ട് നല്ലത് തന്നെയാണ്. ഈ ഭാഗവതമൊക്കെ തന്നെ ചോദ്യോത്തരങ്ങൾ കൊണ്ട് സമ്പൂർണമായിരിക്കുന്നതാണ്. ഓരോ ഭാഗവതം തുടങ്ങുന്നതും അവസാനിക്കുന്നതെല്ലാം ചോദ്യം ഉത്തരങ്ങളാണ്. ആരൊക്കെ ചോദിക്കുന്നത്? ശുകമഹർഷി ചോദിക്കുന്നുണ്ട്, പരീക്ഷിത്ത് മഹാരാജാവ് ചോദിക്കുന്നുണ്ട്, ധർമ്മപുത്രർ ചോദിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഭീഷ്മദേവൻ ഉപദേശിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ആദ്യം മുതൽ അവസാനം വരെയും ഈ ചോദ്യോത്തരങ്ങൾ കൊണ്ട് നിറഞ്ഞിട്ടുള്ള ആ ഓരോ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും പഠിച്ചു കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെയുള്ള ഈ ഭാഗവതം നമ്മുടെ സനാതന ധർമ്മം എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് അത്യാവശ്യം. സനാതന ധർമ്മം മനസ്സിലാക്കുക, അതുപോലെ തന്നെ നമ്മുടെ ഭഗവാന്റെ പൂർവ്വചരിത്രങ്ങള്, ഭഗവാന്റെ മഹത്വങ്ങള്, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് ഭക്തിയിൽ വരാൻ സാധിക്കും. ആദ്യം ഭഗവത അവതരിപ്പിക്കുന്നത് സുഖദേവ മഹർഷിയാണ്, പരീക്ഷിത്ത് രാജാവിന്റെ സദസ്സില്. പിന്നീട് അവതരിപ്പിക്കുന്നതാണ് നൈമിഷാരണ്യത്തിൽ കൂടിയിരിക്കുന്ന മഹർഷിമാരുടെ സമ്മേളനത്തിൽ. മഹർഷിമാർ വെറുതെ കൂടിയതല്ല, നമ്മുടെ ലോകത്തിന്റെ നന്മയ്ക്കായി അവർ ചില കാര്യങ്ങളൊക്കെ അവിടെ നടത്താൻ ആലോചിക്കുകയാണ്. ഈ കലിയുഗത്തിൽ നിന്ന് സാധാരണ മനുഷ്യരെ എങ്ങനെ രക്ഷിക്കാം എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ നമ്മുടെ നൈമിഷാരണ്യത്തിൽ കൂടിയിരിക്കുന്നതും.
ഋഷിമാർ ലോകത്തിന്റെ ക്ഷേമത്തിനായി മാത്രമാണ് അവിടെ കൂടിയത്. ശൗനകൻ അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞിട്ടാണ് ശൗനകമുനി എഴുന്നേറ്റ് എന്ന് സംസാരിക്കുന്ന കാര്യം. അതായത് സൂതഗോസ്വാമിയെ അനുമോദിക്കുക. ഇതിനൊക്കെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞതാണ് ശൗന ഓരോ മഹർഷിയുടെ കാര്യങ്ങൾ. പിന്നെ ഈ നമ്മുടെ വൈഷ്ണവ ആചാരത്തിൽ പറയുന്നത് ഏത് കാര്യത്തിനും മുതിർന്നവരും അല്ലെങ്കിൽ അങ്ങനെ മുതിർന്ന വ്യക്തികൾ പ്രായത്തിലായാലും ശരി ജ്ഞാനത്തിലായാലും മുതിർന്നവർ തന്നെ ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതിന് ചില ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. ഏതെങ്കിലും അവസരത്തിൽ അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായാൽ അത് മറ്റൊരു വ്യക്തിയെ കൊണ്ടും അതായത് പ്രായത്തിൽ കുറഞ്ഞ ആളുകളും ചെയ്യാൻ സാധിക്കുമെന്നും അവനൊരു ഉദാഹരണം പറയുന്നുണ്ട്. കാരണം നമ്മുടെ ഭാഗവതം ആദ്യമായിട്ട് അവതരിക്കുന്ന സുഖദേവ മഹർഷിയായിരുന്നു. സുഖദേവ മഹർഷിക്ക് അന്ന് 16 വയസ്സ് കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അപ്പോഴും അന്ന് യഥോചിതം നമുക്ക് അതിന്റെ ആ സമയത്ത് ആര് അവരുടെ പ്രസന്റ് ആണ്, അവരെ കൊണ്ട് നമുക്ക് അത് ചെയ്യിക്കുന്നതിൽ തെറ്റില്ല എന്നും വൈഷ്ണവ ആചാരത്തിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അസുരന്മാരും ദേവന്മാരും തമ്മിൽ യുദ്ധം നടന്ന സമയം ഒരു വിധത്തിലും ദേവേന്ദ്രന് ആ സമയത്ത് ജയിക്കാൻ സാധിക്കത്തില്ലായിരുന്നു. ആ യുദ്ധം നടക്കുന്ന സമയത്ത് അതിന് പ്രതിവിധിക്കായിട്ട് നടത്തിയത് അവിടെ ഒരു യാഗം നടത്തണമായിരുന്നു. ആ യാഗം നടത്തിയെങ്കിൽ മാത്രമേ അവർക്ക് ഈ ദേവന്മാർക്ക് ജയിക്കാൻ പറ്റുമായിരുന്നു. നടത്തിയത് പ്രായമുള്ള വിശ്വരൂപൻ എന്ന് പറയുന്ന ഒരു ബ്രാഹ്മണനെ കൊണ്ട് അവിടെ യാഗം നടത്തേണ്ടതായിട്ട് വന്നു. അപ്പൊ ആ യാഗം നടത്തിയത് ഇങ്ങനെ നമ്മള് ആ ഒരു നിയമത്തിൽ തന്നെ പിടിച്ചുകൊണ്ടിരുന്നാൽ അത് നടത്താൻ പറ്റത്തില്ലായിരുന്നു. അതായത് മുതിർന്ന വ്യക്തി തന്നെ ചെയ്യണമെന്നുള്ളത്. അപ്പൊ അത് നടത്താൻ അന്നത്തെ ദേവേന്ദ്രന്റെ ഗുരുവായിരുന്ന ബൃഹസ്പതി ദേവേന്ദ്രനുമായിട്ട് പണങ്ങി നിൽക്കുകയായിരുന്നു. അതുകൊണ്ടാണ് എന്നത് ഈ വിശ്വരൂപൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കൊണ്ട് ഒരു പ്രായം കുറഞ്ഞ ബ്രാഹ്മണൻ അദ്ദേഹത്തിനെ കൊണ്ട് നടത്തേണ്ടതായിരുന്നു. അപ്പൊ നമ്മുടെ ഈ നിയമം എന്ന് പറയുന്നത് വളരെ ഫ്ലെക്സിബിൾ, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യാനുസരണം ചിലപ്പോൾ നമുക്ക് മാറ്റേണ്ടതായിട്ട് വരാറുണ്ട്. അപ്പൊ അങ്ങനെ പല കാര്യങ്ങളും ഇപ്പം ഒരു മിലിറ്ററിയിലാണെങ്കിൽ ഒരു നിയമം അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റത്തില്ല. അതേമാതിരി അപ്പൊ ഇതില് ഇങ്ങനെയുള്ള നമ്മുടെ ഈ ഹരേകൃഷ്ണ പ്രസ്ഥാനത്തിൽ അതുപോലെ ചില മാറ്റങ്ങളൊക്കെ വരുത്തുന്നുണ്ട്. പിന്നെ ഒരു കാര്യം നമ്മുടെ ആചാരത്തെ പറ്റി പറയുകയാണ്. പ്രഭുപാദരി അല്ല, ഞാനിത് കേട്ടത് വേറെ ഒരു നമ്മുടെ പ്രാസംഗികൻ പറയുന്നിടത്ത് വെച്ച് മനസ്സിലാക്കിയതാണ്. അപ്പൊ ഒരു പ്രാവശ്യം നമ്മുടെ പ്രഭുപാദർജി ന്യൂ വൃന്ദാവനം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അദ്ദേഹം ഒരു പ്രഭാഷണം നടത്താൻ വേണ്ടി അവിടെ എത്തി. പ്രഭാഷണം നടത്താൻ എത്തുന്ന സമയത്ത് അവിടെ ശ്രോതാക്കളായിട്ട് ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. ആയിരക്കണക്കിന് ആളുകൾ എന്നാണ് പറയുന്നത്. അപ്പൊ ആയിരക്കണക്കിന് ആളുകൾ അവിടെ കൂടിയിരിക്കുമ്പോൾ പ്രഭുപാദർജിയെ സ്വീകരിച്ച് ആനയിക്കുന്നതിന് വേണ്ടി നിശ്ചയിച്ചിരുന്നത് ഒരു ബ്രഹ്മചാരി എന്ന് പറഞ്ഞാൽ സന്യാസത്തിന്റെ ആദ്യത്തെ സ്റ്റേജാണ്. അപ്പൊ അധികം കൂടുതൽ പരിചയമൊന്നുമില്ലാത്ത വ്യക്തി, അതായത് തുടക്കക്കാരൻ ബ്രഹ്മചാരി എന്ന് പറയുന്നത്. അപ്പൊ ആ ബ്രഹ്മചാരി 4 വിധത്തിലുള്ള ബ്രഹ്മചാരികളിൽ ഏറ്റവും താഴെ തട്ടിലുള്ള ബ്രഹ്മചാരിയായിരുന്നു അന്ന് അദ്ദേഹത്തിനെ സ്വീകരിക്കാൻ ചുമതലപ്പെടുത്തിയിരുന്നത്. ആ വ്യക്തി ഇന്ന് വളരെ പ്രസിദ്ധനായ ഒരു സന്യാസി വര്യനാണ്, എല്ലാവരും അറിയുന്നതൊക്കെയാണ്. പിന്നെ അതുപോലെ അദ്ദേഹം പ്രഭുപാദർജിക്ക് സ്വീകരിക്കാൻ വേണ്ടി മാല ഇങ്ങനെ കൈ പിടിച്ചിട്ടുണ്ട് അവിടെ നിൽക്കുകയാണ്. പ്രഭുപാദർജി കഴുത്ത് നീട്ടി ഇങ്ങനെ തല കുനിച്ച് കഴുത്ത് നീട്ടി ഇട്ടോളൂ എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന ഒരു സ്റ്റേജ്. ആ സമയത്താണ് ഇദ്ദേഹം ഈ ബ്രഹ്മചാരി ആ സദസ്സിൽ ഇങ്ങനെ ശ്രദ്ധിക്കുന്നത്. സദസ്സിൽ ശ്രദ്ധിക്കുമ്പോൾ അവിടെ കുറെ ദൂരത്ത് നിൽക്കുന്ന ഒരു ശ്രേഷ്ഠനായ, അതായത് പ്രായം കൂടുതലായിട്ട് ഒരു ഭക്തൻ ഉണ്ടായിരുന്നു അവിടെ. അദ്ദേഹം
അവിടെ സന്നിഹിതനായിരുന്നു. അദ്ദേഹം വളരെ സീനിയറാണ് നമ്മുടെ ഇസ്കോണില്. അപ്പൊ അദ്ദേഹത്തെ കണ്ട മാത്രയ്ക്ക് തന്നെ ഈ ബ്രഹ്മചാരി ആ മാല പ്രഭുപാദർക്ക് കഴുത്തിൽ ഇടാതെ അദ്ദേഹത്തിനെ വിളിച്ചു വരുത്തി ആ മാല കയ്യിൽ കൊടുത്ത് പ്രഭുപാദജിയെ സ്വീകരിക്കാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ പ്രഭുപാദജി ഈ ബ്രഹ്മചാരിയെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് അനുഗ്രഹവും അദ്ദേഹത്തിന് അനുമോദനവും കൊടുത്തു. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഹരേകൃഷ്ണ പ്രസ്ഥാനത്തിൽ അല്ലെങ്കിൽ വൈഷ്ണവർക്കുണ്ടാകുന്ന ആചരണങ്ങളെ പറ്റി ഒരു കാര്യം പറഞ്ഞതാണ്. അത് ഞാനിങ്ങനെ ഒരു ഭക്തൻ ഇതുപോലെ പ്രസംഗം നടത്തപ്പോൾ ഞാൻ കേട്ടു മനസ്സിലാക്കിയാണ്. ആ ബ്രഹ്മചാരിയെ അഭിനന്ദിച്ച് അനുഗ്രഹിച്ചു. ഇതാണ് വൈഷ്ണവ ആചാരം. എന്നാൽ ഭൗതികമാണെങ്കിൽ അത് ഞാൻ മുമ്പ് പറഞ്ഞാണ്, വൈദികത്തിലാണെങ്കിൽ നമ്മൾ ഒരു വിശിഷ്ട വ്യക്തി ആകണം എന്നാണ് താല്പര്യം. അതായത് ഏതൊരാളും ശ്രദ്ധിക്കപ്പെടുന്ന വ്യക്തിയാകണം. അപ്പൊ സീനിയറായാലും ശരി, നമ്മളെ ആചരിക്കേണ്ട വ്യക്തികൾ അടുത്തുണ്ടെങ്കിലും ശരി, അവരെയൊക്കെ മൈൻഡ് ചെയ്യാതെ, അതായത് അവരെ ശ്രദ്ധിക്കാതെ നമ്മുടെ സ്വന്തം കാര്യങ്ങൾ ഇങ്ങനെ പ്രകടിപ്പിച്ച് നമ്മളെ വളരെ ഒരു വിശിഷ്ട വ്യക്തിയാണെന്നുള്ള മറ്റു ലോകരെ കാണിച്ചിട്ട് നമ്മള് വലിയ ആളുകൾ, അതായത് നമുക്ക് എല്ലാവരുടെയും ശ്രദ്ധ നമ്മളെ മുന്നിൽ വരണം എന്നുള്ള ആ ചിന്തയോടുകൂടി ഭൗതികമായിട്ട് ചിന്തിക്കുന്നവർ, അതായത് ശാരീരികമായിട്ട് മാത്രം ചിന്തിക്കുന്ന വ്യക്തികൾ, ഭൗതിക ലോകത്ത് ഇതൊക്കെയാണ് നടക്കുന്നത്. ഒരു ഭരണസമിതി ഉണ്ടെങ്കിൽ അവരെ മാറ്റി നിർത്താൻ വേണ്ടി കുതന്ത്രങ്ങളൊക്കെ മെനയുക. ഏതൊരു വ്യക്തി ഒരു നല്ല വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തെ പറ്റി ദൂഷ്യങ്ങൾ പറഞ്ഞുണ്ടാക്കുക, നല്ല വീടാണെങ്കിൽ ആ വീടിനെ പറ്റി മോശം പറഞ്ഞുണ്ടാക്കുക, നല്ല സ്വഭാവമുള്ളവരാണെങ്കിൽ അവരുടെ സ്വഭാവ ദൂഷ്യം പറഞ്ഞു നടക്കുക. ഇതൊക്കെയാണ് ഭൗതികതയിൽ നടക്കുന്നത്. പക്ഷെ നമ്മളങ്ങനെയല്ല. നമ്മളെന്ന് പറഞ്ഞാൽ വൈഷ്ണവർ അങ്ങനെയല്ല. യഥാവിധി ആർക്കൊക്കെ നമ്മൾ ആചരണം കൊടുക്കണമോ, ആരെയൊക്കെ അനുഗ്രഹിക്കണമോ, ആരൊക്കെ ആചരിക്കണോ അവരെ യഥാവിധി ആചരിക്കുകയും, അതുപോലെ അതിന് ഒരു ഉദാഹരണമാണ് ഇപ്പൊ പറഞ്ഞത്. പ്രഭുപാദർജി എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. പ്രഭുപാദർക്ക് സ്വീകരണം നൽകുന്ന സമയത്ത് അദ്ദേഹത്തെ കാൾ മുതിർന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിനെ അവിടെ അതിനുവേണ്ടി ക്ഷണിക്കുകയും നടത്തുകയും ചെയ്തു. അപ്പൊ അങ്ങനെയുള്ള പല സംഭവങ്ങൾ അദ്ദേഹം അന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിരുന്നു. എത്ര നമ്മളെ കൂടുതൽ കൃഷ്ണാവബോധത്തിൽ കൂടുതൽ പഴകുന്നുവോ, അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുവോ, നമ്മൾ കൂടുതൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പൊ നമുക്ക് ഈ സദാചാര ബോധങ്ങളെ പറ്റി പല കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ വേറെ ഉദാഹരണം മൈത്രേയ മഹർഷിയെ പറ്റി പറയുന്നുണ്ട്. മൈത്രേയ മഹർഷിയുടെ കഥ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. വിതുരരെ പറ്റി എല്ലാവർക്കും അറിയാമല്ലോ. വിതുരൻ, ധൃതരാഷ്ട്രരുടെ അനുജൻ വിതുരർ. അദ്ദേഹം ആത്മസാക്ഷാത്കാരം നേടുന്നതിന് വേണ്ടിയിട്ട് ഉദ്ധവരുടെ അടുത്ത് പോകുന്നു. ഉദ്ധവർ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ശ്രീകൃഷ്ണന്റെ സ്വന്തം സഹചാരിയും സഹോദരനുമൊക്കെ ആയിരുന്നു. എല്ലാ കാര്യത്തിലും കൃഷ്ണനെ കൂട്ടുതന്നെ എല്ലാ പ്രവൃത്തിയും ചെയ്യുന്ന വ്യക്തിയായിരുന്നു ഉദ്ധവർ. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഈ ലോകം ഉപേക്ഷിച്ച് ഭഗവത് ധാമത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഉദ്ധവർക്കാണ് ഉപദേശങ്ങൾ കൊടുത്തിട്ട് പോയത്. നെക്സ്റ്റ് അടുത്ത പരിപാടി എങ്ങനെയൊക്കെ ആയിരിക്കണം എന്നുള്ളതിനെ പറ്റി ശരിയായ വിശകലനം ചെയ്ത് ഉദ്ധവരെ അവിടെ സാക്ഷാത്കരിച്ചിട്ട് തന്നെയാണ്, ഉദ്ധവർക്ക് വേണ്ടുന്ന സാക്ഷാത്കാരം കൊടുത്തിട്ട് തന്നെയാണ് അദ്ദേഹം പോയത്. അപ്പൊ ഇതറിഞ്ഞ വിതുരർ ഉദ്ധവരുടെ അടുത്ത് ഇത് പഠിക്കാൻ പോകുന്നു, ആത്മസാക്ഷാത്കാരം. അതായത് ഈ ആത്മീയതയെ പറ്റി ഒക്കെ തന്നെ വിശദമായിട്ട് പഠിക്കാൻ പോകുന്നു. അപ്പൊ ഉദ്ധവർ അത്ര ശ്രേഷ്ഠനായ ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ അടുത്ത് പോയത്. അദ്ദേഹത്തിന്റെ അടുത്ത് പോയപ്പോ ഈ വിതുരർക്കാണെങ്കിൽ ഈ ഉദ്ധവരെക്കാട്ടിൽ പ്രായ കൂടുതലും ഉണ്ട്. അപ്പൊ അതേ സമയത്ത് ഉദ്ധവർ മനസ്സിലാക്കിയപ്പോ ഈ വിതുരരെ പറ്റി കണ്ടപ്പോൾ അദ്ദേഹത്തിന് അറിയാവുന്നതാണ്, വിതുരരൊക്കെ അവരെല്ലാം അറിയുന്നതാണ്. ഈ ഉദ്ധവർക്ക് ശ്രീകൃഷ്ണൻ ഉപദേശം കൊടുക്കുന്ന സമയത്ത് മൈത്രേയ മുനി അവിടെ ഉണ്ടായിരുന്നു. മൈത്രേയ മുനിയും ഏതെല്ലാം വിധത്തിൽ ഉദ്ധവർ മനസ്സിലാക്കിയോ അതൊക്കെ തന്നെ മൈത്രേയനും മനസ്സിലാക്കിയിരുന്നു. അപ്പൊ അതുകൊണ്ട് ഉദ്ധവർ പറഞ്ഞു, ശ്രേഷ്ഠനായ വിതുര, നിങ്ങൾ അവിടെ മൈത്രേയ മുനിയുടെ അടുത്ത് പോയാലും എന്നിട്ട് മൈത്രേയ മുനിയിൽ നിന്നും എന്തൊക്കെ അഭ്യസിക്കണം അതൊക്കെ അഭ്യസിക്കണം എന്ന് പറഞ്ഞു കൊടുത്ത് അവിടെ പോരുകയാണ്. ഇതൊക്കെയാണ് നമ്മുടെ വൈഷ്ണവരുടെ രീതികൾ. അല്ലാതെ സ്വന്തം മഹത്വം കാണിക്കാൻ വേണ്ടി
അല്പത്വം കാണിക്കാൻ വേണ്ടി ആരും അങ്ങനെ തന്നെ ആ ആചാരങ്ങളെ മറികടക്കാറില്ല. പിന്നെ പല പല ആചാരങ്ങളെ പറ്റി അദ്ദേഹം പ്രസംഗിച്ചിട്ടുണ്ട്. നമ്മുടെ ചൈതന്യ മഹാപ്രഭുവിന്റെ ഒരു കാര്യം പറഞ്ഞു. ചൈതന്യ പ്രഭാകരൻ ദാമോദർ പണ്ഡിറ്റ് എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ സ്വന്തം സഹചാരിയൊക്കെ ആയിരുന്നു ദാമോദർ പണ്ഡിറ്റ്. അദ്ദേഹത്തിന്റെ ഒരു വിവരം എന്ന് പറഞ്ഞ കാര്യമാണ് ഞാൻ കേട്ടിട്ട് എനിക്ക് എത്രത്തോളം മനസ്സിലായി അത്രയും ഞാൻ പറയാം. അതേപോലെ ചൈതന്യ മഹാപ്രഭുവിന്റെ അടുത്ത് ഒരു കുട്ടി വരുമായിരുന്നു സ്ഥിരമായിട്ട്. അദ്ദേഹത്തിന് ഏകദേശം ശ്രീകൃഷ്ണന്റെ രൂപം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അപ്പൊ ആ ശ്രീകൃഷ്ണ രൂപത്തിലുള്ള ബാലൻ വരുന്ന ആ സമയത്ത് ചൈതന്യ മഹാപ്രഭു അദ്ദേഹത്തിന് ആ ബാലനെ വളരെ ഇഷ്ടപ്പെട്ടിരുന്നു. അതുപോലെ സ്വന്തം മകനെ പോലെ തന്നെ അദ്ദേഹം ആ കുട്ടിയെ ഏത് വിധത്തിലും എല്ലാ വിധത്തിലും സന്തോഷിപ്പിക്കുകയും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും നമ്മളെ ആത്മീയതയെ പറ്റി പറഞ്ഞു കൊടുക്കുകയും എല്ലാം പറയുകയൊക്കെ ചെയ്ത്. അപ്പൊ ഇങ്ങനെ തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരുന്ന അവിടെ ഈ ചൈതന്യ മഹാപ്രഭു താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത്. അപ്പൊ അദ്ദേഹത്തിനും ആ കുട്ടിക്കും വളരെ സന്തോഷമായിരുന്നു ആ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്, അങ്ങനെ വിവരങ്ങൾ അറിയിപ്പിക്കുന്നത്, പഠിപ്പിക്കുന്നത്. അപ്പൊ അതില് ദാമോദർ പണ്ഡിറ്റ് എന്ന് പറയുന്ന വ്യക്തി അതിലൊരു ചെറിയ സംശയം പറഞ്ഞു. അതായത് ഈ ബാലന്റെ അമ്മ ഒക്കെ ഭർത്താവ് മരിച്ചു പോയതാണ്. അപ്പൊ ഭർത്താവില്ലാത്ത ഒരു സ്ത്രീയുടെ മകനാണിത്. അതുകൊണ്ട് നാട്ടുകാർ പറയുന്നു ചൈതന്യ മഹാപ്രഭു അതില് ആ കുട്ടിയെ ഇത്രയധികം സ്നേഹിക്കുന്നത് ആ അമ്മയെ ഓർത്തിട്ടാണ്, അല്ലെങ്കിൽ അമ്മയോടുള്ള ഇന്ററാക്ഷൻ അതുകൊണ്ടുള്ള അവരോടുള്ള ഭൗതികമായിട്ട് താല്പര്യമുണ്ട്, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. അപ്പൊ ഏതായാലും ചൈതന്യ മഹാപ്രഭു മനസ്സിലാക്കിയ ഈ കാര്യം ഇദ്ദേഹം പറയുന്നത് ശരിയല്ല എന്നുള്ളത് അദ്ദേഹത്തിന് അറിയാം. അപ്പൊ അത് തന്നെ ഭഗവാൻ തന്നെയാണല്ലോ ചൈതന്യ മഹാപ്രഭു. അപ്പൊ ചൈതന്യ മഹാപ്രഭു എന്തായാലും ഇദ്ദേഹത്തിനോട് പറഞ്ഞു, ഈ ദാമോദര പണ്ഡിതനോട് പറഞ്ഞു, നീ ഒരു കാര്യം ഇവിടെ പിക്കോ എന്താ നമ്മുടെ നവദ്വീപിൽ പോയിട്ട് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്തിട്ടുക. അപ്പൊ അതേപോലെ തന്നെ ഈ കുട്ടിയെ പിന്നെ അദ്ദേഹം പറഞ്ഞു വിടുകയും ചെയ്തു അവിടുന്ന്. പിന്നെ അവിടെ അപ്പൊ അവിടെ എന്താന്ന് വെച്ചാൽ ഈ തെറ്റായ ഉപദേശമാണ് ഈ ദാമോദർ പണ്ഡിറ്റ് പറഞ്ഞത്. ആവശ്യമില്ലാത്ത കാര്യം ഗുരു നടത്തുന്നതിന് ആവശ്യമില്ലാതെ വിമർശിച്ച കാരണത്തിൽ അദ്ദേഹത്തിന് പണിഷ്മെന്റ് ആയിട്ട് മായാപുരിൽ പോകാൻ പറഞ്ഞു വിട്ടു. അദ്ദേഹം അന്ന് നമ്മുടെ ചൈതന്യ മഹാപ്രഭു ഇവിടെ ആയിരുന്നു വസിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ ജഗന്നാഥപുരിയിൽ താമസിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഇതുപോലെ സംഭവം ഉണ്ടായെന്ന്. അതുപോലെ വേറെ ഉദാഹരണം പറയാം. ഈ രഥയാത്ര നടക്കുന്ന സമയത്ത് അത് വേറെ ഒരു ഡിവോട്ടിയെ പറ്റിയാണ്, ഗോവിന്ദൻ എന്ന് പറഞ്ഞ ഒരു ഡിവോട്ടി. ആ ഡിവോട്ടി ഭഗവാനെ ആ ചൈതന്യ മഹാപ്രഭുവിനോട്, അതായത് സീനിയർ നമ്മുടെ വൈഷ്ണവരായ മഹാപ്രഭുവിനോട് എങ്ങനെ പെരുമാറി എന്നുള്ളതാണ് അവിടെ. അതായത് ഈ പരിപാടി നടക്കുന്ന സമയത്ത്, അതായത് ജഗന്നാഥ യാത്ര നടക്കുന്ന സമയത്ത് പരമഭക്തനായ നമ്മുടെ ഭക്തനല്ല, ഈ ഭഗവാൻ തന്നെയാണ് ചൈതന്യ മഹാപ്രഭു ഹർഷോന്മാദം ഉണ്ടാകുന്നു അദ്ദേഹത്തിന്. അതായത് ഒരു ഭാവം, ഗോപികമാരുടെ ഭാവത്തിൽ അദ്ദേഹം അവിടെ അനുഗ്രഹിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരുന്നപ്പം അദ്ദേഹത്തിന് ഈ അനുഗ്രഹം ഉണ്ടാകുന്ന സമയത്ത് പരിസരബോധം ഉണ്ടാകില്ല, ഇന്നാരാന്നൊന്നും അറിയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ദേവി എന്നുള്ള ഈ സ്ത്രീകളുടെ ഭാവമായിരുന്നതിനാൽ, ഗോപികമാരുടെ ഭാവമായിരുന്നതിനാൽ അദ്ദേഹം ഈ സ്ത്രീകൾ നിൽക്കുന്ന ഭാഗത്തോട്ട് ഓടി, അതായത് ഈ അനുഗ്രഹം കിട്ടിയതിനു ശേഷം, അതായത് ഹർഷോന്മാദത്താൽ കെട്ടിപ്പിടിക്കുന്നതിന് വേണ്ടി ഒരു സ്ത്രീ അവിടെ നിന്ന് സ്ത്രീകളുടെ അടുത്ത് പോയി. അപ്പോഴത്തേക്ക് ഈ ഗോവിന്ദൻ എന്ന് പറയുന്ന പ്രഭു അദ്ദേഹത്തിന്റെ ശിഷ്യനാണ്. അദ്ദേഹം പെട്ടെന്ന് തന്നെ ഓടി ചെന്നിട്ട്, പ്രഭുജി പോകരുത്, അങ്ങനെ ചെയ്യരുത്, നിൽക്കൂ സ്ത്രീകളാണ് അവിടെ. അപ്പൊ അത് അദ്ദേഹത്തിനെ അവിടെ നിന്ന് തടയുന്നു. പോയി. അപ്പം ഒടുക്കം ചൈതന്യ മഹാപ്രഭു ബോധവാനാകുമ്പോ, അപ്പൊ ഈ ഭൂവിഭാഗ ബോധം കഴിഞ്ഞപ്പം ഇദ്ദേഹത്തിനെ സഹായിക്കുന്നു ഈ ശിഷ്യനെ. കാരണം നീ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എന്തൊരു പ്രവൃത്തിയായിരിക്കും ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. ഇല്ലെങ്കിൽ എനിക്ക് ഇനി ആത്മഹത്യ ചെയ്യുന്ന ഒരു മാർഗ്ഗമേ ഉള്ളൂ. ഒരു സന്യാസി പോയി ഒരു സ്ത്രീയെ കെട്ടുപിടിക്കുക എന്ന് പറയുന്നത് വളരെ മോശപ്പെട്ട കാര്യമല്ല. അപ്പൊ അതുപോലെ തന്നെ വൈഷ്ണവർ
ഇങ്ങനെയുള്ള ശ്രദ്ധിക്കണം. ഗുരുക്കന്മാരും സീനിയറായിട്ടുള്ളവരും എന്തെങ്കിലും തെറ്റുകൾ ചെയ്താലും അത് പെട്ടെന്ന് ആ രീതിയിൽ അവരെ ഗുണദോഷിക്കാൻ പോകരുത്. അത് സൗമ്യമായിട്ട് വേണ്ടുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധ ചെലുത്തുക. അപ്പൊ അതാണ് ഒരു സന്യാസി സ്ത്രീയെ പറ്റി പറഞ്ഞാൽ ശരിയല്ല. അതുകൊണ്ടാണ് അദ്ദേഹം പ്രഭുവിനെ അവിടെ വിലക്കിയത്. അതേസമയത്ത് കഴിഞ്ഞ പ്രഭു, അതായത് ദാമോദർ പ്രഭു കാണിച്ചത് നിരുപാധികം ഒരു തെറ്റായ സംഗതിയാണ്. കാരണം അങ്ങനെ ഒരു ചിന്ത ആ മഹാപ്രഭുവിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അത് തെറ്റാണ്. അങ്ങനെ ഏതൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോഴും പല കാര്യങ്ങളും ശ്രദ്ധിച്ചു മാത്രമേ വൈഷ്ണവർ ചെയ്യാവെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പല കാര്യങ്ങൾ നമ്മുടെ വൈഷ്ണവർ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അത് കൂടുതൽ നമ്മൾ ഇത് പഠിച്ചു കഴിയുമ്പോൾ, അതായത് നമ്മുടെ കൃഷ്ണാവബോധത്തെ പറ്റി പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് എല്ലാം ഓർമ്മ വരും. വേറൊരു ചെറിയ ഉദാഹരണം പറയാം. ഇത് ഉദാഹരണമല്ല, നമ്മൾ ചെയ്താത്ത ഒരു പ്രവൃത്തി, നമ്മളെ സീനിയർ വൈഷ്ണവരെ പോയി നമ്മൾ ആലിംഗനം ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നു. അതുപോലെ തന്നെ സീനിയറായിട്ടുള്ള വൈഷ്ണവർക്ക് നമ്മൾ താഴത്തെ നിലയിലുള്ള, അതായത് അദ്ദേഹത്തിനെക്കാട്ടി പ്രായം അല്ലെങ്കിൽ കൃഷ്ണാവബോധത്തിൽ ലെവൽ കുറഞ്ഞവരെ ഇങ്ങോട്ട് ആലിംഗനം ചെയ്യാം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് വൈഷ്ണവരാധങ്ങൾ, നമ്മളെ 10 വൈഷ്ണവരാധങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ആ അറിവുള്ള അവരാധങ്ങളെ ശ്രദ്ധിക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ ശ്ലോകത്തില് പറഞ്ഞത് ഒരു പ്രാസംഗികന് എങ്ങനെ ആയിരിക്കണം, ആ ഒരു വിഷയത്തെ പറ്റി, അതായത് ഭാഗവതത്തെ പറ്റി പ്രസംഗിക്കുന്നവർ എങ്ങനെ ആയിരിക്കണം, അതുപോലെ തന്നെ ആ പ്രാസംഗികനെ അനുമോദിക്കാൻ എഴുന്നേൽക്കുന്ന വ്യക്തി എങ്ങനെ ആയിരിക്കണം, അവരുടെ സ്വഭാവം എന്തായിരിക്കണം, അവർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്താണ്, ഭഗവത് കാര്യങ്ങൾ, അതായത് ഭാഗവതം, ഭഗവത്ഗീത മുതലായ വിഷയങ്ങൾ പഠിക്കുമ്പോൾ നമ്മളെ ജനശ്രദ്ധ പിടിക്കാൻ വേണ്ടി മറ്റു കാര്യങ്ങളിലോട്ട് പോകാൻ പാടില്ല. അതായത് ഭൗതികമായിട്ടുള്ള കാര്യങ്ങളെ പറഞ്ഞ് അവിടെ ഫലിപ്പിക്കാൻ വേണ്ടി നോക്കാൻ പാടില്ല. രണ്ടു കൂട്ടർക്കും ഒരേമാതിരി വിചാരമായിരിക്കണം, കേൾക്കുന്നവർക്കും പഠിപ്പിക്കുന്ന പ്രാസംഗികർക്കും. ഇതൊക്കെയാണ് നമ്മുടെ വൈഷ്ണവർ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ. അങ്ങനെ നമ്മുടെ ഭക്തിയിൽ ഉയരണമെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള സംഗതികൾ മനസ്സിലാക്കി അത് ചെയ്യേണ്ട വിധത്തിൽ ചെയ്യേണ്ടിടത്ത് ചെയ്യണമെന്നുള്ള അപേക്ഷയോടുകൂടി ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രേ പറയാനുള്ളൂ. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. എല്ലാവർക്കും സാദര പ്രണാമം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. നിർത്തല്ലോ, സമയമായല്ലോ. ഹരേ കൃഷ്ണ. കേട്ടുകൊണ്ടിരുന്നവർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. പ്രയാസം, നമ്മളെ മനസ്സിലാകാത്ത കാര്യങ്ങളോ ഞാൻ പറഞ്ഞൊരു തെറ്റുകളുണ്ടെങ്കിലോ എന്തെങ്കിലും നമുക്ക് ശരിയാവാൻ പറ്റുമല്ലോ. ഞാനും പ്രഭു ആ നന്നായിരുന്നു പ്രഭു, വളരെ നന്നായിരുന്നു. പ്രഭുവിനെ ഒന്നും നെഗറ്റീവായിട്ട് പ്രഭു പറഞ്ഞിട്ടില്ല. എല്ലാം ഗംഭീരമായ ക്ലാസ് ആണ് പ്രഭു എടുത്തത്. നന്നായിരുന്നു, വ്യത്യസ്തമായ ക്ലാസ് ആയിരുന്നു. നല്ല ഉപദേശങ്ങളാണ് പ്രഭുവിന്റെ ക്ലാസ്സിൽ നിന്ന് നമുക്ക് കിട്ടിയത്. വൈഷ്ണവത്തിനെ കുറിച്ച് വളരെ ഗംഭീരമായി പ്രഭു പ്രഭാഷണം നടത്തി. വളരെ നന്ദിയുണ്ട് പ്രഭുജി. ഈ ക്ലാസ് എടുക്കാൻ ആധികാരികമായ വ്യക്തി തന്നെയാണ് പ്രഭു താങ്കൾ. എല്ലാരും നമ്മളെല്ലാവരും കളിച്ചിട്ടാണ്. വെൽക്കം പ്രഭുജി. ധന്യവാദം. അനുഗ്രഹിക്കുന്നു. അഭിപ്രായം വേറെ ആര്? ക്ലാസ് നിർത്താമല്ലോ. കൃഷ്ണ പ്രഭു, പ്രഭു വളരെ നല്ല ക്ലാസ് ആയിരുന്നു പ്രഭു. ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. താങ്ക് യു പ്രഭു. ദണ്ഡോത്രണം. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. Thank you very much, Prabhu. Dandapranam. Hare Krishna. ഹരേ കൃഷ്ണ പ്രഭു. ഏതൊരു പ്രഭുവിനെ കാണണം എന്ന് പറഞ്ഞ ആരും ഇതുവരെ കാണിച്ചില്ല. ഹരേ കൃഷ്ണ. ക്ലോസ് ചെയ്യട്ടെ പ്രഭു? ശരി പ്രഭുജി. മാതാജി. ഹരേ കൃഷ്ണ.